നമുക്കൊക്കെ വലിയ സന്തോഷവും അഭിമാനവും ചാരിതാർത്ഥ്യവും തോന്നുന്ന ഒരു നിമിഷമാണ്. കാരണം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്തിൻ്റെ കുടുംബത്തിന് വാസയോഗ്യമായിട്ടുള്ള ഒരു വീട് ഒരുക്കാൻ നമുക്കെല്ലാവർക്കും ചേർന്ന് കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു സംതൃപ്തിയാണ് ഈ നിമിഷത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലൂടെ കടന്നു പോകുന്നത് എന്നെനിക്കറിയാം. അതിന് മുന്നിൽ നിൽക്കാനും അതിനെ ഒന്ന് ഏകോപിപ്പിക്കാനും ഞങ്ങൾക്ക് സാധിച്ചു എന്ന് മാത്രം കരുതിയാൽ മതി. ഒരു മേൽക്കൂര ഉണ്ടാവുക എന്നുള്ളത് മഴയും പേമാരിയും ഒക്കെ വരുമ്പോൾ കുഞ്ഞുങ്ങളോടൊപ്പം സ്വസ്ഥമായിട്ടൊന്ന് കിടന്നുറങ്ങാൻ സാധിക്കുക എന്നുള്ളത് അതിൽ പരം സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യന് വേറെ വലിയ സ്വപ്നമൊന്നുമില്ല. പക്ഷെ പ്രിയപ്പെട്ട ബൈജുവിൻ്റെ വീടിൻ്റെ അവസ്ഥ അന്ന് വന്ന് കണ്ടപ്പോൾ എൻ്റെ ഹൃദയത്തെ സ്പർശിച്ച ഒന്നായി അത് മാറി. കാരണം അത്രത്തോളം ഇടുങ്ങിയ ഒരു സാഹചര്യത്തിൽ ഒരു അടുക്കളയുടെ ചായ്പിൽ ഒരു കുടുംബം മുഴുവൻ അടക്കമുള്ള ആളുകൾ കഴിഞ്ഞുകൂടേണ്ടി ഉണ്ടായപ്പോഴാണ് എങ്ങനെയാണ് അതിനെ ഒന്ന് പരിഹരിക്കാൻ സാധിക്കുക എന്ന് ആലോചിച്ചും സുഹൃത്തുക്കളായിട്ടുള്ള പലരുമായിട്ട് ആ ആശയം പങ്കുവെക്കുകയും ചെയ്തു. വളരെ സന്തോഷം തോന്നുന്നു, നന്ദി തോന്നുന്നു. പ്രവാസിയായിട്ടുള്ള നമ്മുടെ തൃത്താലക്കാരനായിട്ടുള്ള ഒരു സുഹൃത്ത്, അതോടൊപ്പം നമ്മുടെ പ്രവാസ ലോകത്തെ കോൺഗ്രസിന്റെ സംഘടനയായിട്ടുള്ള ഇൻകാസ്, അതിൻ്റെ നേതാക്കന്മാരായിട്ടുള്ള നമ്മുടെ നാട്ടുകാരായിട്ടുള്ള ശ്രീ ഹൈദർ തട്ടത്താഴത്ത്, ശ്രീ സജീർ ഏഷ്യാട്, അതുപോലെയുള്ള നമ്മുടെ ഈ പ്രദേശത്തെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില പ്രവാസി സുഹൃത്തുക്കളാണ്. ധൈര്യമായിട്ട് ബലറാമേട്ടൻ അത് ഏറ്റോളൂ, ഞങ്ങൾ എന്തെങ്കിലും എല്ലാവരും കൂടി സഹായിക്കാം, നമുക്കത് എങ്ങനെയും ആ വീട് പൂർത്തീകരിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കാം എന്ന് എന്നോട് പറഞ്ഞത്. അപ്പൊ തന്നെ നമ്മളിവിടെ സലീമായിരുന്നു അതിൻ്റെ കോൺട്രാക്ടറായി നമ്മൾ ചുമതലപ്പെടുത്തിയത്. സലീമുമായിട്ട് സംസാരിച്ചു. സലീം ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാമെന്ന് പറഞ്ഞു. വളരെ ഭംഗിയായി തന്നെ ആ വീട് ഇന്ന് പൂർത്തീകരിക്കപ്പെടുകയാണ്. ആ കുടുംബത്തിന്റെ കയ്യിൽ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നാൽ അവരും അവരുടേതായ രീതിയിൽ പരമാവധി അതിനോട് സഹകരിക്കുകയും പരമാവധി ഒരു റൂം എക്സ്ട്രാ എടുക്കാൻ കഴിയുന്ന തരത്തിൽ അവർക്കും അതിൻ്റെതായിട്ടുള്ള ഒരു പങ്കാളിത്തം വഹിക്കാൻ സാധിച്ചു. അപ്പൊ അങ്ങനെ ഒരു നല്ല വീട്, 2 ബെഡ്റൂമും ഹാളും കിച്ചണും ഒക്കെ അടങ്ങുന്ന, ബാത്റൂമും ഒക്കെ അടങ്ങുന്ന ഒരു ചെറിയ കുടുംബത്തിന് സൗകര്യപ്രദമായി കഴിയാൻ പറ്റുന്ന ഒരു മനോഹരമായിട്ടുള്ള വീട് നമുക്കിന്ന് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു. അതിൻ്റെ താക്കോലാണ് നിങ്ങളുടെയൊക്കെ മുമ്പിൽ വെച്ച് ഔപചാരികതയുടെ പേരിൽ ഒന്ന് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവരുടെ സന്തോഷമാണ് ഏറ്റവും പ്രധാനം. ഏതായാലും ബൈജുവിൻ്റെ അമ്മയും ഭാര്യയും മോളും ഒക്കെ ഇപ്പോൾ സ്റ്റേജിൽ ഉണ്ടായിരുന്നു. ആ കുടുംബത്തിലെ മറ്റൊരു സഹോദരനും വീട് ആയി. രണ്ടിൻ്റെയും കൂടി ചടങ്ങുകൾ കുടുംബം എന്ന നിലയിൽ അവർ ആഘോഷിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരു കുടുംബത്തിനെങ്കിൽ ഒരു കുടുംബത്തിന് ഒരു സംതൃപ്തി ഉണ്ടാകുമ്പോൾ, ഒരു സന്തോഷം ഉണ്ടാകുമ്പോൾ, അത് തന്നെയാണ് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ നമുക്കൊക്കെ ലഭിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരവും ചാരിതാർത്ഥ്യവും. ആ നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ പ്രദേശത്ത് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു നല്ല മാറ്റം ഇവിടെ ഉണ്ടാവണം എന്നുള്ള ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ തവണ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട മെമ്പറായി അബിയെ വിജയിപ്പിച്ചത്. അബിയാണ് ഇതിനൊക്കെ കാരണക്കാരനും ഇതിന്റെ മുൻകൈയെടുത്ത ആളും എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ അബിയുടെ ആ നിർബന്ധ ബുദ്ധിയുടെ അടിസ്ഥാനത്തിലാണ് ഇതാ ബൈജുവിന്റെ അവസ്ഥ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് എന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നതും ബാക്കി കാര്യങ്ങൾക്കൊക്കെ അതിന്റെ മേൽനോട്ടം വഹിക്കാൻ ഒരു സ്വന്തം വീട് നിർമ്മിക്കുന്നതിനേക്കാൾ കൂടുതൽ താല്പര്യത്തിൽ അബിയും സലീമും ആ ടീം കംപ്ലീറ്റ് പ്രവർത്തിച്ചു എന്നുള്ളതാണ് എനിക്കിവിടെ എടുത്തു പറയാനുള്ളത്. അവരോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദിയും അഭിനന്ദനങ്ങളും ഞാൻ ഈ ഘട്ടത്തിൽ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഇതുപോലെ പലയിടങ്ങളിലായി സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി ജനങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഇതുപോലെ വീട് വെച്ചു കൊടുക്കുന്ന ഒരു പ്രവൃത്തി ഏറ്റെടുത്തിരുന്നു. യഥാർത്ഥത്തിൽ നമ്മളത് പ്രഖ്യാപിച്ചത് ശ്രീ MM ഹസൻ KPCCയുടെ പ്രസിഡന്റായിരുന്ന സമയത്ത്, നമ്മുടെ നാട്ടിൽ വലിയ പ്രളയമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ആണ്.
1000 വീടുകൾ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ മുൻകൈയിൽ ഇതുപോലെ ഓരോ പ്രദേശത്തായി വെച്ചു നൽകും എന്നുള്ള ആ പ്രഖ്യാപനമാണ് അന്ന് നിർവഹിക്കപ്പെട്ടത്. ഇന്ന് സംതൃപ്തിയോടുകൂടി പറയട്ടെ, 1000 ലക്ഷ്യം വെച്ചിടത്ത് 1300-ലേറെ വീടുകൾ നമുക്ക് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിന്റെ പല ഭാഗങ്ങളിലായി നിർമ്മിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിലേക്ക് ഇതാ ഒന്നുകൂടി ചേർക്കപ്പെടുകയാണ് ഇന്നത്തോടുകൂടി. ഇതൊന്നും ചിലപ്പോൾ നമ്മുടെ രാഷ്ട്രീയ എതിരാളികൾ അംഗീകരിക്കില്ല കേട്ടോ. അവരിപ്പോഴും പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെ നിങ്ങളുടെ 1000 വീടുകൾ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരോട് പറയാനുള്ളത്, കേരളത്തിൽ ഏതാണ്ട് 1000 പഞ്ചായത്തുകളാണുള്ളത്. അതിൽ ഈ പരുതൂർ പഞ്ചായത്തിൽ തന്നെ ഇത് 3ാമത്തെ വീടാണ്. അങ്ങനെ നോക്കുമ്പോഴാണ് കേരളത്തിൽ നമുക്ക് ഈ ലക്ഷ്യം പൂർത്തീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് കൃത്യമായി ജനങ്ങളുടെ മുമ്പിൽ പറയാൻ സാധിക്കുക. യഥാർത്ഥത്തിൽ ഇത് ആരുടെ ജോലിയാണ്? സർക്കാരിന്റെ ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമാണ് അല്ലേ? ഒരാൾക്ക് ചികിത്സയ്ക്ക് എന്തെങ്കിലും സൗകര്യം വേണം, പൈസയില്ല, മരുന്ന് വാങ്ങാൻ എന്ന് പറഞ്ഞാൽ സഹായിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിച്ചു എന്ന് വരും, കുറച്ച് ഒരു തവണ എന്ന നിലയിൽ. മറ്റേതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ മക്കളുടെ വിവാഹ കാര്യത്തിലോ കുട്ടികളുടെ പഠനത്തിന്റെ കാര്യത്തിലോ ഒക്കെ ചെയ്യാൻ സാധിക്കും. പക്ഷെ ഒരു വീട് വെച്ച് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഒരു വലിയ സാമ്പത്തിക ചെലവുള്ള ഒരു കാര്യമാണ്. ഒരാൾക്കും ഒറ്റയ്ക്ക് എടുത്താൽ പൊങ്ങില്ല, ഒരു സംഘടനയ്ക്ക് തന്നെ ഒറ്റയ്ക്ക് എടുത്താൽ പൊങ്ങില്ല. അപ്പൊ ഞങ്ങളുടെ സംഘടനയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പരുതൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്ക് ഒരു ഓഫീസ്, അത് എത്രയോ കാലം മുമ്പ് സ്ഥലം വാങ്ങിയിട്ട്, രാമദാസ് പരുതൂർ അടക്കമുള്ള ആളുകൾ ഇവിടെ ഇരിക്കുകയാണ്, അവരുടെയൊക്കെ ഓരോ കാലത്ത് സ്ഥലം വാങ്ങി അതിന്റെ തറപ്പണി നടത്തി അതിന്റെ ലിൻഡിൽ വരെ പടുത്തുയർത്തി അതൊന്ന് വാർത്തിട്ട് അതൊരു ഓഫീസാക്കാൻ നമുക്ക് 10-15 വർഷം എടുത്തു അല്ലേ? അത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ അത് ഭംഗിയായിട്ട് പൂർത്തീകരിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, സ്വന്തമായിട്ടൊരു ഓഫീസ് ഇല്ലാത്ത ഒരു അവസ്ഥ നമ്മുടെ പാർട്ടിക്ക് മറ്റു പല പഞ്ചായത്തുകളിലുണ്ട്. മണ്ഡലം കമ്മിറ്റികൾക്കൊന്നും ഓഫീസ് ഇല്ലാത്ത അവസ്ഥ. പക്ഷെ അവിടങ്ങളിലൊക്കെ അങ്ങനെ പാർട്ടിക്ക് ഓഫീസ് ഉണ്ടാക്കുക, പാർട്ടിക്ക് വലിയ സൗകര്യങ്ങൾ ചെയ്യുണ്ടാക്കുക എന്നതിനോടൊപ്പം ഒരുപക്ഷെ അതിനേക്കാൾ മുൻപ് നമ്മുടെ പ്രവർത്തകർ അവരുടെ ഒരു ഉത്തരവാദിത്തമായി ഏറ്റെടുക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളാണ്. പാർട്ടിയുടെ ഓഫീസ് അവിടെ നിൽക്കട്ടെ തൽക്കാലം, ഇവിടെ ഒരാൾക്ക് വീട് വെച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ അതിന് മുൻഗണന നൽകണം എന്ന് ചിന്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് വളരെ സന്തോഷത്തോടു കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയട്ടെ, ഇത് യഥാർത്ഥത്തിൽ ചെയ്ത് പൂർത്തീകരിക്കേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന ഗവൺമെന്റിൻ്റെതാണ്. ഞാൻ ഓർക്കുന്നു, ഞാൻ നിയമസഭാംഗമായിരിക്കുന്ന അവസരത്തിലാണ് ഈ LDF ഗവൺമെന്റ് 2016 ആദ്യമായിട്ട് അധികാരത്തിൽ വന്നത്. ആ അവസരത്തിൽ നിയമസഭയിൽ ഒരു ചോദ്യം ഒരു അംഗം പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ടു വന്ന സർക്കാരിനോട് ചോദിച്ചു, കഴിഞ്ഞ ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലത്ത് കേരളത്തിൽ എത്ര പേർക്കാണ് വിവിധ പദ്ധതികളിലൂടെ വീട് വെച്ചു കൊടുക്കാൻ സാധിച്ചത് എന്ന്. നിയമസഭയിൽ അങ്ങനെ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, കൃത്യമായിട്ടുള്ള ആധികാരികമായിട്ടുള്ള മറുപടിയാണ് നൽകേണ്ടത്. ഈ ഗവൺമെന്റിന്റെ ആ മറുപടി, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് വിവിധ പദ്ധതികളിലൂടെ 4,32,000 ആളുകൾക്ക് വീട് വെച്ചു നൽകി എന്നുള്ളതാണ്. ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത കണക്കാണ്. പിന്നീട് പൊതുയോഗങ്ങളിലും പ്രസംഗവേദികളിലും ഇലക്ഷൻ പ്രചരണ വേദികളിലും ഒക്കെ മറിച്ചുള്ള കണക്കുകൾ അവർ പ്രചരിപ്പിക്കും. പക്ഷെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് എത്ര പേർക്ക് വീട് വെച്ചു കൊടുക്കാൻ നമുക്ക് സാധിച്ചു എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായിട്ടുള്ള ഉത്തരമുണ്ട്. ആ ഉത്തരം ഞാൻ ഈ പറഞ്ഞ സംഖ്യയാണ്. 4,32,000 ആൾക്ക് 5 വർഷം കൊണ്ട് നമുക്ക് വീട് വെച്ചു കൊടുക്കാൻ സാധിച്ചു. നമ്മൾ പക്ഷേ അതിനെ വലിയൊരു മാർക്കറ്റിങ്ങിന് വേണ്ടി ഉപയോഗിച്ചില്ല, ഒരു PR വർക്കിന്റെ ഭാഗമാക്കിയില്ല. നമ്മൾ പഞ്ചായത്തുകൾ വഴിയാണ് പാലപാതി വീടുകൾ കൊടുത്തത്, ബ്ലോക്ക് പഞ്ചായത്തുകൾ വഴി വീടുകൾ കൊടുത്തത്. കമ്മൂട്ടിയിടത്തോളമൊക്കെ നേരത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. അതുപോലെ തന്നെ പട്ടികജാതി വിഭാഗക്കാർക്ക് പട്ടികജാതി ക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ വീടുകൾ നൽകി. നമ്മുടെ ആദിവാസി മേഖലകളിൽ പട്ടികവർഗ വിഭാഗക്കാർക്ക് ആ വകുപ്പിന്റെ പ്രത്യേകമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് അതിന്റെ ഭാഗമായിട്ട് വീട് നൽകി. നമ്മുടെ തീരദേശ മേഖലകളിൽ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ആ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ വീടുകൾ വെച്ച് നൽകി. ഇങ്ങനെ എല്ലാ വകുപ്പിലൂടെയും നൽകിയ വീടുകളുടെ ആകെ എണ്ണമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പിന്നീട് LDF സർക്കാർ വന്നു. അവർ ഈ പറഞ്ഞ രീതിയിലുള്ള പദ്ധതി മുഴുവൻ ഏകോപിപ്പിച്ച് സംയോജിപ്പിച്ച് ഒരൊറ്റ പദ്ധതിയായിട്ട് നടപ്പാക്കി. അതിന്റെ പേരാണ് ലൈഫ്. ഈ ലൈഫിന്റെ പേരിൽ വീടുകൾ നൽകുന്നതിനേക്കാൾ കൂടുതൽ
ഇതിന്റെ പ്രചരണം നടത്തുന്നതിനാണോ ഇവർക്ക് താല്പര്യം എന്ന് തോന്നിപ്പോകുന്ന തരത്തിലാണ് പിന്നീട് നമ്മൾ പലതും കണ്ടത്. കേരളത്തിൽ ആദ്യമായിട്ടാണ് സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ വീട് വെച്ച് നൽകുന്ന പദ്ധതി ആവിഷ്കരിക്കപ്പെടുന്നത് എന്ന നിലയിൽ ആ തരത്തിലുള്ള പ്രചരണമാണ് പിന്നീട് നമ്മൾ കഴിഞ്ഞ കുറെ കാലമായിട്ട് കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ അതിന്റെ കണക്കുകൾ വെച്ചുകൊണ്ടുള്ള വസ്തുത എന്താ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 4,32,000 ആളുകൾക്ക് 5 വർഷം കൊണ്ട് വീട് വെച്ച് നൽകാൻ സാധിച്ചുവെങ്കിൽ ഈ ഗവൺമെന്റ് ഇപ്പൊ 9 വർഷം പൂർത്തീകരിക്കുന്നു. ഈ 9 വർഷം കൊണ്ടും ആകെ വെച്ച് നൽകാൻ കഴിഞ്ഞ വീട് 4 ലക്ഷത്തോളം മാത്രമാണ്. ഇപ്പൊ പോലും നമ്മുടെ 5 വർഷം കൊണ്ട് നമ്മൾ കൊടുത്ത വീടിന്റെ എണ്ണം ഈ ലൈഫ് പദ്ധതിയിലൂടെ 9 വർഷം കൊണ്ട് അവർക്ക് നൽകാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് കണക്കുകളുടെ അടിസ്ഥാനത്തിലുള്ള വസ്തുത. അതിലെ തന്നെ ആദ്യത്തെ 52,000 വീട്, അത് ഈ പറഞ്ഞ പോലെ അതിനു മുമ്പിലുള്ള ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പണം നൽകുകയും അനുവദിക്കുകയും അവസാനത്തെ ഗഡു കിട്ടാനുള്ള ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ അത് കിട്ടാത്തത് കൊണ്ട് പൂർത്തീകരിക്കാൻ ബാക്കി നിന്ന 52,000 വീടുകൾ കൂടി അവസാനത്തെ ആ ഗഡു 40,000 50,000 മറ്റോ കൊടുത്ത് അത് പൂർത്തീകരിച്ചതടക്കമാണ് ഈ പറഞ്ഞ 4 ലക്ഷം. അപ്പൊ യഥാർത്ഥത്തിൽ പുതിയ വീടുകൾ എത്ര എന്ന് ചോദിച്ചാൽ 3.5 ലക്ഷം മാത്രമാണ് ഇതുവരെ കൊടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോ ഒരു ഗവൺമെന്റ് അതിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ പരാജയപ്പെടുമ്പോഴാണ് ഇതുപോലെ സന്നദ്ധ സംഘടനകൾക്കും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും വ്യക്തികൾക്കും ഒക്കെ തങ്ങളുടെ കൺമുമ്പിൽ കാണുന്ന ദുരിതത്തെ അഭിസംബോധന ചെയ്യാൻ, അതിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലെയുള്ള പ്രത്യേക ഇടപെടൽ ആവശ്യമായി വരുന്നത്. ആ നിലയിൽ നമുക്ക് ഈ ഭവനരഹിതരായിട്ടുള്ള ആളുകളുടെ പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കണമെങ്കിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ കൃത്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാവണം. ഏറ്റവും ഒടുവിൽ നമ്മൾ കേട്ട വാർത്ത എന്താ? ലൈഫിന് വേണ്ടി അനുവദിച്ച ഫണ്ട് പോലും ഗവൺമെന്റ് തിരിച്ചെടുക്കുന്നു, വകമാറ്റി ചെലവഴിക്കുന്നു എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ഇത്രയും വർഷമായിട്ട് 1 രൂപ പോലും കൂട്ടിയിട്ടില്ല. നിർമ്മാണ ചെലവ് ഇങ്ങനെ വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. സിമെന്റിന്റെയും മണലിന്റെയും കമ്പിയുടെയും മെറ്റലിന്റെയും മറ്റെല്ലാ നിർമ്മാണ സാമഗ്രികളുടെയും വില ഒരു 5 വർഷം മുമ്പിലേക്കാൾ എത്രയോ അധികം കൂടുതലാണ് ഇന്ന് നമുക്കറിയാം, അല്ലെ? കൂലി 5 വർഷം മുമ്പിലത്തെ കൂലി എത്രയായിരുന്നു എന്നും ഇപ്പോഴത്തെ കൂലി ചെലവ് എത്രയാണെന്നും നമുക്കറിയാം. ആ നിലയിൽ എല്ലാ നിലയ്ക്കുള്ള മാറ്റങ്ങൾ വർധനവുണ്ടായിട്ടും അന്ന് കൊടുക്കുന്ന 4 ലക്ഷം മാത്രമാണ് ഇപ്പോഴും കൊടുക്കുന്നത്. എന്നിട്ട് അതുപോലും കൃത്യമായി കൊടുക്കാതെ അതിൽ വീഴ്ച വരുത്തുന്നു, അതിനുവേണ്ടി അനുവദിച്ച ഫണ്ട് തിരിച്ചെടുക്കുന്നു. ഇതൊക്കെയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുള്ള പ്രവർത്തനങ്ങൾ. അവിടെയും ജനങ്ങൾക്കൊപ്പം നിന്ന് പരമാവധി ഇതിന്റെ എല്ലാ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് ആലോചിക്കുന്ന ആളുകൾ ആരാണ് എന്ന് ചോദിച്ചാൽ നമ്മളാണ്, UDF ആണ്. ഈ പരുതൂർ പഞ്ചായത്തിൽ സത്യം പറഞ്ഞാൽ ഞാൻ പറയട്ടെ, നിങ്ങൾ ഭാഗ്യം ചെയ്തവരാണ്. കാരണം കഴിഞ്ഞ തവണ വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ വോട്ട് ചെയ്തു. ഈ പരുതൂർ പഞ്ചായത്തിന്റെ കാലങ്ങളായുള്ള ദുസ്ഥിതിക്ക് കാരണം എന്താണ്? വികസന രാഹിത്യത്തിന് കാരണം എന്താണ്? മറ്റെല്ലാ പ്രദേശങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇവിടെ ഒന്നും നടക്കാത്ത അവസ്ഥ ഉണ്ടായതിന്റെ കാരണം എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അതിനൊരു മാറ്റം വരണം എന്നുള്ള ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ വോട്ട് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഈ പഞ്ചായത്ത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിലേക്ക് കഴിഞ്ഞ തവണ ആദ്യമായിട്ട് കടന്നു വന്നത്. പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ APM സക്കറിയ ഇതാ വേദിയിലിരിക്കുന്നു. നിങ്ങളുടെ മെമ്പർ ശ്രീ അബി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. പ്രിയപ്പെട്ട സൗമ്യ അടക്കമുള്ള ആളുകൾ ഇവിടെയുണ്ട്. അങ്ങനെ നമ്മുടെ ഈ ഭരണം വന്നപ്പോ ഈ തൃത്താല നിയോജക മണ്ഡലത്തിലെ തന്നെ ഏറ്റവും മികച്ച മാതൃക സൃഷ്ടിക്കാൻ നമുക്ക് സാധിച്ചു. നമുക്കറിയാം, ഈ പഞ്ചായത്ത് വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിയാണ് ഇപ്പോ ഇവിടുത്തെ ജനപ്രതിനിധി, അല്ലേ? പഞ്ചായത്ത് വകുപ്പിന്റെ മന്ത്രിയുടെ ഒരു നിയോജക മണ്ഡലമായിട്ട് പോലും ഈ പഞ്ചായത്തുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സഹായം അദ്ദേഹത്തിൽ നിന്നോ അദ്ദേഹത്തിന്റെ വകുപ്പിൽ നിന്നോ സർക്കാരിൽ നിന്നോ ലഭിക്കുന്നുണ്ടോ? ഉണ്ടോ? സഹായം ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, പരമാവധി ദ്രോഹിക്കാവുന്നതിന്റെ അങ്ങേയറ്റത്തെ ദ്രോഹം മന്ത്രിയുടെയും മന്ത്രിയുടെ ഓഫീസിന്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അധികാരത്തിൽ വന്നിട്ട് ഇതാ 4.5 വർഷമേ ആയിട്ടുള്ളൂ. ഈ 4.5 വർഷം കൊണ്ട് ഈ പരുതൂർ പഞ്ചായത്തിൽ എത്ര സെക്രട്ടറിമാർ മാറി? പ്രസിഡന്റ്,
12 സെക്രട്ടറിമാരെ മാറ്റി 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 നിയമിച്ചിട്ട് ഇവിടെ ഒന്നും നടക്കില്ല എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് മന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടൽ. ഇപ്പൊ സെക്രട്ടറി ഇല്ല. സെക്രട്ടറി ഉണ്ടാവുന്ന സമയമാണ് ഇവിടെ അപൂർവം. ഏതെങ്കിലും ഒരു സെക്രട്ടറി 2 മാസമോ 3 മാസമോ തികച്ചിരുന്നിട്ടില്ല, അപ്പോഴേക്കും അയാളെ മാറ്റും. എന്നിട്ട് മന്ത്രി പറയുകയാണ് ഇത് മുഴുവൻ എന്താണ്, ഓൺലൈൻ ട്രാൻസ്ഫർ ആണ്, ഞാൻ ഇടപെടാറില്ല, അവർ സ്വന്തം നിലയ്ക്ക് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ്. അതിന്റെ ഇടയിലാണ് ഒരു സെക്രട്ടറി ഇവിടുന്ന് പോയി വേറെ സ്ഥലത്തേക്ക് അദ്ദേഹം മാറി. എന്നിട്ട് കാണുന്നു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അതേ സെക്രട്ടറി വീണ്ടും തിരിച്ചു വരുന്നു. അപ്പൊ എങ്ങനെയാ അത് ശരിയാവുക? സ്വന്തം ഇഷ്ടപ്രകാരം പോയാണെങ്കിൽ പിന്നെ 2 ആഴ്ച കഴിഞ്ഞ് തിരിച്ചു വരുമോ? അപ്പോ ഇത് സ്വന്തം ഇഷ്ടപ്രകാരം പോകുന്നൊന്നല്ല. UDF ഭരിക്കുന്ന ഒരു പഞ്ചായത്ത് നല്ല നിലയിൽ കാര്യങ്ങളെ കൊണ്ടുപോകുമ്പോൾ അതെങ്ങനെയും ഇല്ലാതാക്കണം. അതിന് ഉദ്യോഗസ്ഥന്മാരുടെ മേൽ സമ്മർദ്ദം, അവരെ മാറ്റുന്നു. ചില സമയത്ത് സെക്രട്ടറി ഇല്ല, ചില സമയത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ഇല്ല, ചില സമയത്ത് ഓവർസിയർ ഇല്ല, എഞ്ചിനീയർ ഇല്ല. ആ നിലയിൽ ഈ പഞ്ചായത്തിന്റെ ഭരണത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടി, തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി അത്രയധികം ദ്രോഹം ചെയ്തിട്ടും ഞാനിതാ ശ്രീ സക്കറിയ ഇവിടെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. സംസ്ഥാന തലത്തിലെ ഏറ്റവും മികച്ച പഞ്ചായത്തായി നിങ്ങളുടെ ഈ പരുതൂർ പഞ്ചായത്തിനെ മാറ്റാൻ സക്കറിയയ്ക്കും നിഷിതയ്ക്കും ഈ ടീമിനും UDFന്റെ ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ഇത്രയധികം ദ്രോഹം ഉണ്ടായിട്ടും സംസ്ഥാനത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 960ഓളം പഞ്ചായത്തുകളുണ്ട് അല്ലെ? 941 പഞ്ചായത്തുകളിൽ ഈ കഴിഞ്ഞ വർഷത്ത് വികസന പ്രവർത്തനങ്ങൾ എത്രത്തോളം നടത്തി എന്നുള്ളതിന്റെ കണക്കെടുത്ത് നോക്കിയപ്പോ ഏറ്റവും കൂടുതൽ ഫണ്ട് ചെലവഴിച്ച പഞ്ചായത്തുകൾ ഏത് എന്ന് നോക്കിയപ്പോ ഈ 941 പഞ്ചായത്തുകൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഉള്ളതിൽ നമ്മുടെ പരുതൂർ പഞ്ചായത്ത് സംസ്ഥാനത്ത് 4ാം സ്ഥാനത്താണ് നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ അഭിമാനിക്കാൻ കഴിയുന്ന ഒരു നേട്ടമാണ്. ഇത്രയധികം പ്രതിസന്ധികൾ, ഇത്രയധികം ദ്രോഹവും ഉണ്ടായിട്ട് പോലും അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട്, അതിജീവിച്ചുകൊണ്ട് നമുക്ക് ആ നേട്ടം കൈവരിക്കാൻ സാധിച്ചു. ഈ വർഷം മാത്രമല്ല, കഴിഞ്ഞ വർഷവും ഇതേ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് നമുക്ക് സംസ്ഥാന തലത്തിലെ ഏറ്റവും മികച്ച ഇത്തരം നേട്ടങ്ങൾ നേടാൻ സാധിച്ചു. അപ്പൊ അതാണ് ഭരണം. ഭരിക്കാൻ താല്പര്യമുള്ള ആളുകൾ, ഭരിക്കാൻ അറിയുന്ന ആളുകൾ, ജനങ്ങൾക്ക് നന്മ ചെയ്യാനുള്ള ആഗ്രഹമുള്ള ആളുകൾ, ആ ആളുകളുടെ കയ്യിലേക്ക് ഭരണം വരുമ്പോൾ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് നടക്കും. അതല്ലാത്ത ആളുകൾ അധികാരം കിട്ടിയാൽ എങ്ങനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാം എന്ന് ആലോചിച്ചുകൊണ്ട് നടക്കും. നിങ്ങൾക്ക് ഓർമ്മയില്ല, ഞാൻ നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ല. ഇപ്പൊ ഞാൻ 10 വർഷം തൃത്താലയിൽ MLA ആയിരുന്നപ്പോ അതിൽ 9.25 വർഷവും ഈ പരുതൂർ പഞ്ചായത്തില് അവരുടെ ഭരണമായിരുന്നു അല്ലെ? CPMന്റെ ഭരണമായിരുന്നു. നിങ്ങൾ ഏതെങ്കിലും പഞ്ചായത്തിന്റെ ഒരു ഔദ്യോഗിക പരിപാടിയിൽ അന്ന് MLA കണ്ടിട്ടുണ്ടോ? അതിന്റെ തലേ ദിവസം, പിറ്റേ ദിവസം, അന്നത്തെ ദിവസം വൈകുന്നേരം ഒക്കെ ആയിട്ട് ഞാൻ ഈ പഞ്ചായത്തിൽ വന്നിട്ടുണ്ടാവും. പക്ഷെ ഔദ്യോഗിക പരിപാടിക്ക് ക്ഷണിക്കില്ല, വിളിക്കില്ല, അറിയിക്കില്ല. ജനങ്ങൾ ആവശ്യപ്പെട്ടാൽ പോലും ഇല്ല, വിളിക്കില്ല എന്നുള്ള തീരുമാനമാണ്. ബഹിഷ്കരണമാണ്. ഒന്നും നടക്കില്ല എന്ന് ഉറപ്പുവരുത്തലാണ്. എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാൽ അതിനില്ലാത്ത പാരകളില്ല. ആ നിലയിൽ പരമാവധി ദ്രോഹിച്ച് എല്ലാ നിലയ്ക്കും ഇവിടെ ജനാധിപത്യ വിരുദ്ധമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ഒരു ഭരണസമിതിയായിരുന്നു എൻ്റെ 10 വർഷത്തിൽ 9.25 വർഷവും. ഞാൻ സത്യത്തിൽ സക്കറിയ അല്ലെങ്കിൽ UDF വിജയിച്ച് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ആളാണ്. എൻ്റെ ആ സന്തോഷം എൻ്റെ മാത്രമായിരുന്നില്ല, നിങ്ങൾ ഓരോരുത്തരെയായിരുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിൽ പൊറുതിമുട്ടിക്കൊണ്ടാണ് നിങ്ങൾ എല്ലാവരും ചേർന്ന് അങ്ങനെ ഒരു വിധിയെഴുത്ത് നടത്തിയത്. പക്ഷേ ആ സാഹചര്യം അധികകാലം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു ദുഃഖമാണ്. MLA സ്ഥാനം നഷ്ടപ്പെട്ടതിലല്ല എനിക്ക് ദുഃഖട്ടോ. ഈ പരുതൂർ പഞ്ചായത്തിൽ എല്ലാം കൊണ്ടും നമുക്കൊരു അനുകൂല സാഹചര്യം ഉണ്ടായി വന്നപ്പോൾ അത് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു ദുഃഖമാണ് ഇപ്പോഴും എൻ്റെ മനസ്സിലുള്ളത്. ഏതായാലും ഇനിയും ഇലക്ഷനുകളൊക്കെ വരുന്നുണ്ട്. ഈ പരുതൂർ പഞ്ചായത്തിൽ നമുക്ക് അഭിമാനകരമായ ഒരു ഭരണ തുടർച്ച UDFന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം. ഈ വാർഡ് ചരിത്രത്തിൽ സത്യത്തിൽ ചരിത്രമാണ് അല്ലെ, സംഭവമാണ്. കണ്ണു തള്ളിപ്പോയി ഇവിടുത്തെ റിസൾട്ട് വന്നപ്പോ. അപ്പുറത്തുള്ള ആളുകളുടെ ഏറ്റവും വലിയ നേതാക്കന്മാർ, പ്രസിഡന്റ് ആവാൻ വേണ്ടി കച്ചകെട്ടി നിന്ന ആളെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ച ഏറ്റവും ഷുവർ സീറ്റാണ്. ആ സീറ്റിൽ
നിങ്ങൾ ഈ പുതുമുഖമായിട്ടുള്ള അബി എടമന എന്ന് പറയുന്ന നിങ്ങളുടെ സ്വന്തം അനുജനെ, മകനെ, നിങ്ങളുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ നിങ്ങൾ സ്നേഹിക്കുകയും കാണുകയും ചെയ്യുന്ന ഈ ചെറുപ്പക്കാരനെ വിജയിപ്പിച്ചത് 5-10 വോട്ടുകൾക്കാണെങ്കിൽ നമുക്ക് ആ നിലയിൽ അത് ഉൾക്കൊള്ളാമായിരുന്നു. ഒരു 50 വോട്ടിനാണെങ്കിൽ പോലും അവർക്ക് അത്രത്തോളം ഷോക്ക് ഉണ്ടാവില്ലായിരുന്നു. ഇത് എത്ര വോട്ടിന്? 262 വോട്ടിന്, അപ്പുറത്തുള്ള ആളുകൾ 400 വോട്ടിന് ജയിക്കേണ്ട ഒരു വാർഡിൽ 262 വോട്ടിന് നിങ്ങൾ അബിയെ വിജയിപ്പിച്ചു എന്നുള്ളതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൽ കുറ്റബോധം തോന്നുന്നുണ്ടോ? ഒരാൾക്ക് കുറ്റബോധം തോന്നുന്നുണ്ടോ? വേണ്ടിയിരുന്നില്ല, വേറെ ആരെങ്കിലും ആണെങ്കിൽ ഇതിനേക്കാളും മെച്ചമായിരുന്നു എന്നുള്ള തോന്നൽ ആർക്കെങ്കിലും ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം അബിക്ക് സീറ്റില്ല. ഇവിടെയല്ല, എവിടെയും സീറ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ. പക്ഷേ നിങ്ങളുടെ ആ തീരുമാനത്തെ പൂർണ്ണമായി ഉൾക്കൊണ്ട് അതിനോട് പൂർണ്ണമായി നീതി പുലർത്തി ഇത്രയും ദിവസങ്ങൾ ഇപ്പൊ ഈ കാര്യത്തിനടക്കം നിങ്ങൾക്ക് വേണ്ടി ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ആ നല്ല പ്രവർത്തനത്തിന് ഒരു തുടർച്ചയുണ്ടാവണം. അടുത്ത തവണ ഇവിടെ സംവരണവും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാവില്ല, അതിർത്തികൾ മാറും, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ ഇപ്പോഴുള്ള ഈ നല്ല ഭരണ സംവിധാനത്തിന് ഈ പരുതൂർ പഞ്ചായത്തിൽ ഒരു തുടർച്ചയുണ്ടാവണം. വേണ്ടേ? ഏറ്റവും നല്ല ഭരണസമിതി എന്ന് കേൾപ്പിച്ചിട്ടുള്ള സക്കറിയുടെ നേതൃത്വത്തിലുള്ള ഈ ഭരണസമിതിക്ക്, UDFന്റെ ഭരണസമിതിക്ക് ആ നിലയിലുള്ള ഒരു ഭരണ തുടർച്ച ഇവിടെ ഉണ്ടാവണം. ഞാൻ നേരത്തെ പറഞ്ഞ ലൈഫ് പദ്ധതി, തൃത്താല നിയോജക മണ്ഡലത്തിൽ 8 പഞ്ചായത്തുകളുണ്ട്. അതിൽ വകുപ്പ് മന്ത്രിയുടെ ഭരണകക്ഷിയുടെ നേതൃത്വത്തിൽ ഭരിക്കുന്ന ഒരു പഞ്ചായത്താണ് നമ്മുടെ കപ്പൂർ പഞ്ചായത്ത്. ആ കപ്പൂർ പഞ്ചായത്തിൽ ഈ ലൈഫ് പദ്ധതിയിലൂടെ എത്ര പേർക്ക് കഴിഞ്ഞ വർഷം വരെ വീട് കൊടുത്തു എന്ന് ചോദിച്ചപ്പോ 4 വർഷം കൊണ്ട് അവിടെ കൊടുത്ത വീടുകളുടെ ആകെ എണ്ണം 75ആണ്. 4 വർഷം കൊണ്ട് ആകെ 75 വീട് ആ പഞ്ചായത്തിൽ കൊടുത്തു എന്നുള്ളതാണ് കണക്ക്. നമ്മൾ ഈ പരുതൂർ പഞ്ചായത്തിൽ ഈ 4 വർഷം കൊണ്ട് കൊടുത്ത വീടുകളുടെ എണ്ണത്ര 452 വീടുകൾ നൽകുക എന്ന് മാത്രമല്ല, അതിന് ഫണ്ട് അനുവദിക്കുക എന്ന് മാത്രമല്ല, അത് പൂർത്തീകരിച്ച് ഇതുപോലെ വലിയൊരു പരിപാടിയിൽ വെച്ച് നിങ്ങൾ താക്കോൽ കൈമാറുന്ന ചടങ്ങ് വരെ നിങ്ങൾ 452 കുടുംബങ്ങൾക്ക് അത്താണി ഒരുക്കുന്ന ഒരു ഭരണ സംവിധാനമായി പരുതൂരിലെ UDFന്റെ ഭരണസമിതിയെ നിങ്ങൾ മാറ്റി. അതിനുശേഷം ഇതാ അടുത്ത ഘട്ടത്തിൽ എത്രയാ കൊടുക്കുന്നത്? അടുത്ത ഘട്ടത്തിൽ എത്രയാ? ഇനി ഒരു 50 ആളുകൾ മാത്രമേ ആദ്യത്തെ ലിസ്റ്റിൽ ബാക്കിയുള്ളൂ. ആ ലിസ്റ്റിലുള്ള മുഴുവൻ ആളുകൾക്കും വീട് കൊടുത്തു. ഇനി ഒരു 50ഓളം ആളുകളുടെ പേരുകൾ മാത്രമാണ് ആദ്യത്തെ ലിസ്റ്റിലുള്ളത്. അവർക്ക് കേന്ദ്ര സർക്കാരിന്റെ ഒരു പ്രത്യേക പദ്ധതിയുടെ കൂടി ഭാഗമായിട്ട് ആ വഴിക്ക് വീട് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഒരു താരതമ്യം തന്നെ നടത്തുകയാണ്. ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ആളുകൾ ആരാണ്? കിട്ടുന്ന അധികാരം ഈ രാഷ്ട്രീയ വിരോധം തീർക്കാനും മറ്റുള്ളവരെ അധിക്ഷേപിക്കാനും മറ്റുള്ളവരെ പ്രവർത്തിക്കാൻ അനുവദിക്കാതെ എല്ലാം അങ്ങനെ വാരിപ്പിടിക്കാനും ശ്രമിക്കുന്ന ആളുകൾ ആര് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഇത് ഇവിടെ മാത്രം നടക്കുന്ന മാറ്റമല്ല സത്യത്തിൽ കേരളത്തിൽ. ഈ മാറ്റം ഇന്ന് കേരളം മുഴുവൻ നടക്കുന്നുണ്ട്. CPMന്റെ ഏറ്റവും വലിയ കോട്ടക്കൊത്തളങ്ങളായിരുന്ന വടക്കൻ മലബാറിലെ പല പ്രദേശങ്ങളിലും അവരുടെ കാലിന്റെ ചോട്ടിൽ നിന്ന് മണ്ണ് ഒലിച്ചുപോയി അവർ ഒന്നുമല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഈ സമീപകാല സംഭവ വികാസങ്ങളിൽ പലതും ഓർമ്മപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് കണ്ണൂർ എന്ന് പറയുന്ന ഒരു നാടിനെ കുറിച്ച് അറിയാലോ അല്ലെ? കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വോട്ട് ചെയ്യുന്നത് കണ്ണൂർ മണ്ഡലത്തിലാണ്, പാർലമെന്റ് മണ്ഡലത്തിലാണ്. CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വോട്ട് ചെയ്യുന്നത് കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിലാണ്. EP ജയരാജൻ വോട്ട് ചെയ്യുന്നത് കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിലാണ്. KK ശൈലജ വോട്ട് ചെയ്യുന്നത് കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിലാണ്. KK രാഗേഷ് വോട്ട് ചെയ്യുന്നത് കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിലാണ്. DYFIയുടെ നേതാവ് സനോജ് വോട്ട് ചെയ്യുന്നത് ആ കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിലാണ്. PP ദിവ്യ അവിടുത്തെ ആളാണ്. ഈ പറഞ്ഞ കൊല്ലക്കൊമ്പന്മാരും കൊമ്പത്തികളും ഒക്കെയുള്ള കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ പാർലമെന്റിലേക്ക് ഇലക്ഷൻ നടന്നപ്പോൾ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അമരക്കാരനായിരുന്ന ശ്രീ K സുധാകരൻ ജയിച്ചത് 1.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ്. കണ്ണൂരിന്റെ MP ആയി ശ്രീ K സുധാകരൻ ജയിച്ചത് കണ്ണ് തള്ളിക്കുന്ന ഭൂരിപക്ഷത്തിനാണ്. ആരാ വോട്ട് ചെയ്തത്? ഈ മനസ്സ് മടുത്ത പഴയകാല കമ്മ്യൂണിസ്റ്റുകാരാണ്. അവർക്ക് മനസ്സിലായി ആർക്കൊപ്പം നിൽക്കണം എന്ന് വളരെ കൃത്യമായി അവർ മനസ്സിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കേരളം മുഴുവൻ ആ നിലയിലുള്ള നല്ല മാറ്റം ഉണ്ടാവുന്നത്.
ആ മാറ്റം കുറെ കൂടി നമ്മുടെ നാട്ടിലും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. ഈ വാർഡിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഈ പരുതൂർ പഞ്ചായത്തിലുടനീളം നമ്മൾ ആഞ്ഞിറങ്ങുകയാണ്. നല്ല പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട്, ജനങ്ങൾ ആഗ്രഹിക്കുന്ന പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട്, ജനങ്ങൾക്ക് ഏറ്റവും സ്വീകാര്യതയുള്ള മുഖങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങളിലൂടെ പാർട്ടിയുടെ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്താൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ്. അതിന് നിങ്ങളുടെ കൂടി പിന്തുണ ഉണ്ടാവണം എന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഉണ്ടാവില്ലേ? ഉറപ്പല്ലേ? അപ്പോൾ ഇന്ന് ഈ മഴയും എല്ലാ തിരക്കും മാറ്റിവെച്ചുകൊണ്ട് നിങ്ങളൊക്കെ ഇവിടേക്ക് വന്നു. ഒരുപാട് അമ്മമാരും സഹോദരിമാരും ഒക്കെ ഇവിടേക്ക് വന്നു. അത് ഈ ചടങ്ങിൻ്റെ ഒരു പ്രാധാന്യം ഉൾക്കൊള്ളുന്നു. അതോടൊപ്പം ഒരു കുടുംബത്തിൻ്റെ സന്തോഷത്തിൽ പങ്കുചേരുന്നതിന് വേണ്ടി കൂടിയാണ് നിങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുള്ളത് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. ഒരിക്കൽ കൂടി ഇങ്ങനെ ഒരു സ്വപ്ന ഭവനം ഇവിടെ യാഥാർത്ഥ്യമാക്കിയ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, അതോടൊപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇൻകാസിൻ്റെ ഭാരവാഹികളായിട്ടുള്ള ഹൈദറും ഷജീറും അടക്കമുള്ള എൻ്റെ സുഹൃത്തുക്കൾ, അതോടൊപ്പം ഇതിൻ്റെ മുഖ്യ സ്പോൺസറായി നമുക്ക് ഈ വീട് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള പണം നൽകിയിട്ടുള്ള വ്യക്തി, അദ്ദേഹത്തിൻ്റെ സ്വന്തം പേര് പറയണ്ട എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് ഞാനിവിടെ സൂചിപ്പിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മുടെ പ്രസ്ഥാനത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു നല്ല സുമനസ്സായ ഒരു വ്യക്തിയാണ്. നല്ലൊരു തുക നമുക്കിതിനായി നൽകുകയും ഈ വീട് പൂർത്തീകരിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെ എത്തിക്കുകയും ചെയ്തത്. അദ്ദേഹത്തോടുള്ള നന്ദി വ്യക്തിപരമായി കൂടി ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇനിയും നമ്മുടെ നിയോജക മണ്ഡലത്തിൻ്റെ പല ഭാഗങ്ങളിലായി ഇത്തരത്തിലുള്ള പ്രവർത്തികൾ നമ്മൾ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ നാഗലശ്ശേരി പഞ്ചായത്തിൽ വാവന്നൂരിൽ നമ്മളൊരു വീടിൻ്റെ പണി പൂർത്തീകരിച്ചു. രണ്ടാമതൊരു വീടിൻ്റെ പണി ഏതാണ്ട് പൂർത്തീകരണത്തിൻ്റെ വക്കിലാണ്. ആ നിലയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. പട്ടിത്തറ പഞ്ചായത്തിൽ ഒരു വീടിന് വേണ്ടി നമ്മൾ ഫണ്ട് അനുവദിപ്പിച്ചു. അത് KPCCയുടെ ഫണ്ടിൽ നിന്ന് തന്നെയാണ് നമ്മൾ അനുവദിപ്പിച്ചത്. പക്ഷെ നോക്കുമ്പോൾ അവർക്ക് സ്ഥലമില്ല. എന്നിട്ട് നാട്ടുകാരെല്ലാവരും കൂടി നമ്മളെല്ലാവരും കൂടി മെനക്കെട്ട് സ്ഥലം വാങ്ങിയപ്പോൾ ഇനിയിപ്പോൾ ആ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടി പട്ടിത്തറ പഞ്ചായത്തിൽ പടിഞ്ഞാറങ്ങാടിയിൽ നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ, പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ നമുക്കൊക്കെ ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ അതുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നമുക്ക് അധികാരമുണ്ടെങ്കിൽ, ഭരണ സംവിധാനത്തിൽ നമുക്ക് ആ നിലയിലുള്ള പങ്കാളിത്തമുണ്ടെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ സ്വാഭാവികമായി തന്നെ നമുക്ക് നാടിന് വേണ്ടി ചെയ്യാൻ പറ്റും. ആ നിലയ്ക്കുള്ള നല്ല മാറ്റം ഈ തൃത്താല അസംബ്ലി മണ്ഡലത്തിലും പരുതൂർ പഞ്ചായത്തിലും ഒക്കെ നാളുകളിലും ഉണ്ടാവണം എന്ന് മാത്രം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ നൽകുന്ന ഈ പിന്തുണയ്ക്ക് മനസ്സ് നിറഞ്ഞ് ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഈ പരിപാടിയുടെ ഒരു പ്രാധാന്യവും മഹത്വവും അത് ഏറ്റവും കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് നമുക്ക് ഒരു മുഖ്യ അതിഥി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. കുമാരി രമ്യ ഹരിദാസിനെ ആരും പരിചയമില്ലാത്ത ആളുകളില്ലല്ലോ. കേരളത്തിൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യതയില്ല. ഇന്ന് ഈ പരിപാടിയിൽ ഈ താക്കോൽ കൈമാറൽ മാത്രമല്ല, മറ്റ് അനുബന്ധമായിട്ടുള്ള നിരവധി പരിപാടികളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി കുടുംബ സംഗമമാണ്. സാക്ഷാൽ മഹാത്മാഗാന്ധിയുടെ പ്രസ്ഥാനമാണ് നമ്മുടേത് എന്ന് ഈ പുതിയ തലമുറ ഒന്ന് ഓർത്തു വെക്കണം കേട്ടോ. കാരണം ഇന്ത്യയിൽ ഒരുപാട് രാഷ്ട്രീയ പാർട്ടി ഉണ്ട് അല്ലേ, ഒരുപാട് മറ്റ് സംഘടനകളുണ്ട്. വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് പറയാൻ പറ്റുമോ മഹാത്മാഗാന്ധി ഞങ്ങളുടെ ആളായിരുന്നു? നമ്മൾ കോൺഗ്രസ്സുകാർക്കല്ലാതെ വേറെ ഒരാൾക്കും പറയാൻ സാധിക്കില്ല. അത് പറയാൻ കഴിയുന്ന ഇന്ത്യയിലെ ഏക രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു മഹാത്മാഗാന്ധി. ഏത് വർഷാന്നറിയോ? ഇല്ല, പഠിക്കണം. 1924-25 കാലത്ത്. അപ്പൊ ഈ വർഷത്തിന്റെ പ്രത്യേകത എന്താ പ്രത്യേകത? അതിന്റെ 100 വർഷം തികയുന്ന ശതാബ്ദി ആഘോഷമാണ്. മഹാത്മാഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റ് ആയതിന്റെ ശതാബ്ദി ആഘോഷ പരിപാടികളാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ മഹാത്മാഗാന്ധിയെ കുറിച്ച്, ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച്, ജവഹർലാൽ നെഹ്റു കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു, സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു, സർദാർ വല്ലഭായ് പട്ടേൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു, മൗലാന അബുൽ കലാം ആസാദ് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു, പട്ടാഭി സീതാരാമയ്യ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു, ഡോക്ടർ എസ് രാജേന്ദ്ര പ്രസാദ് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു, ഇന്ദിരാഗാന്ധി കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു, ലാൽ ബഹദൂർ ശാസ്ത്രി കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു, രാജീവ് ഗാന്ധി കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു. ആ നിലയിലുള്ള മഹാരഥന്മാരായ ഈ രാജ്യത്തെ രൂപപ്പെടുത്തിയ വലിയ നേതാക്കന്മാരുടെ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ കോൺഗ്രസിന്റെ ഒരു പരിപാടിയിലേക്ക് കടന്നു വരാൻ കഴിയുക എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ സന്തോഷവും അഭിമാനവും നൽകുന്ന ഒരു കാര്യമായി ഞാൻ കാണുന്നു. നിങ്ങളുടെ ഈ സാന്നിധ്യത്തെ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ആ മഹാത്മാഗാന്ധിയുടെ
കോൺഗ്രസ് അധ്യക്ഷ പദവിയുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് KPCC തീരുമാനിച്ചിട്ടുള്ള കുടുംബ സംഗമങ്ങൾ, ആ കുടുംബ സംഗമമാണ് ഇവിടെ നടക്കുന്നത്. ആ കുടുംബ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രിയങ്കരിയായ ആലത്തൂരിന്റെ മുൻ MP AICC അംഗം കുമാരി രമ്യ ഹരിദാസാണ്. രമ്യയെ ഈ സാന്നിധ്യത്തിന്റെ പേരിൽ പ്രത്യേകമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം.